നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. എനിക്ക് നിന്നെ മാത്രം മതി. നിങ്ങളുമായി എത്ര പിണക്കമുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളെ മതി. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണുവാനായി ശ്രമിക്കുക. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ പ്രത്യേകതകളെയാണ് ഈ വ്യക്തി എപ്പോഴും നന്മയായി വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളിലെ പോസിറ്റീവ് എനർജി, നിങ്ങളിലെ സ്നേഹപ്രകടനവും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ ആത്മാർത്ഥതയും തന്നെയാണ് ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും നല്ല വ്യക്തി എന്ന് മനസ്സിലാക്കുന്ന പല സന്ദർഭങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ദൈവങ്ങളോട് വളരെയധികം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയിലൂടെ എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാക്കിയെടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ പ്രണയബന്ധത്തെ അതിമനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ തന്നെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്നുവോ ആ കാര്യങ്ങളെല്ലാം തന്നെ നന്നായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ വിചാരിച്ചിരിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും ചിന്തിക്കുമ്പോൾ ഒരു ആത്മവിശ്വാസമുണ്ട്. ആ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടായതല്ല. കുറച്ച് സമയമെടുത്ത് സാവകാശമെടുത്ത് നിങ്ങളുടെ സ്വഭാവ രീതികളെല്ലാം കണ്ട് മനസ്സിലാക്കി അതിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു ആത്മവിശ്വാസം. നിങ്ങളിലെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് അത്രയും നല്ല രീതിയിൽ തന്നെ ഉയർന്ന തലത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള ഭൗതിക മാറ്റങ്ങൾക്കും സന്തോഷങ്ങൾക്കും നിങ്ങൾ ഒരു പ്രധാന കാരണമാണ് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതോടു കൂടിയാണ് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നും സ്നേഹത്തിന്റെ പ്രാധാന്യം എന്താണെന്നും നല്ലൊരു സത്യസന്ധമായ സ്നേഹം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിനെ കുറിച്ചെല്ലാം തന്നെ ഈ വ്യക്തി തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും അടുത്തറിയുന്നതും എല്ലാം തന്നെ നിങ്ങളിലൂടെ മാത്രമാണ്. നിങ്ങളുമായിട്ടുള്ള പോസിറ്റീവ് എനർജിയുമായി മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി വിചാരിച്ചിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിലെ നന്മകൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തണമെന്നും നിങ്ങളുടെ മനസ്സിലെ നന്മകൾ ഈ വ്യക്തിക്കും അനുഭവിക്കണം എന്നുള്ള ചിന്തയിൽ മാത്രമാണ് ഈ വ്യക്തി നിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള ഭൗതിക മാറ്റങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി തയ്യാറാണ്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവായ മാറ്റങ്ങൾക്ക് വേണ്ടി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുവോ തന്നാൽ കഴിയുന്ന എല്ലാ പ്രയത്നങ്ങളും ഈ വ്യക്തി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികപരമായും ശാരീരികപരമായും മാനസികപരമായും എല്ലാ തരത്തിലും ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ഉയർച്ചകൾ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആ ഒരു സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല രീതിയിലുള്ള ആത്മാവിന്റെ ഭൗതികപരമായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ സോൾ എക്സ്പ്രഷൻ ആണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. അതായത് ഈ വ്യക്തിയുടെ ആത്മാവ് വളരെയധികം ഒരുപാട് മനക്കോട്ടകൾ കെട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് ഈ വ്യക്തിയുടെ ആത്മാവ് കൊണ്ടുവരുന്നുണ്ട്. ഈ വ്യക്തിയുടെ ആത്മാവാണ് നിങ്ങളെ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു സോൾ കണക്ഷൻ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്.
അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു മനസ്സിലെ ആഗ്രഹം അല്ലെങ്കിൽ ആത്മാവിന്റെ ആ ഒരു ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നിറവേറ്റുവാൻ വേണ്ടി തന്നെയാണ് ഈ വ്യക്തി കാത്തിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത്. തന്റെ ജീവിതം എത്രമാത്രം വളരെ ഭംഗിയായി പടുത്തുയർത്താൻ സാധിക്കുന്നുവോ അത്രമാത്രം ഭംഗിയായി പടുത്തുയർത്താൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ പോലും അതെല്ലാം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി ചില സമയങ്ങളിൽ നിങ്ങളെ നിയന്ത്രിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അത് നിങ്ങളുടെ മേലിൽ അധികാരം വെക്കുകയല്ല, പക്ഷേ ഈ വ്യക്തിക്ക് ചില കണക്കുകൂട്ടലുകളും രീതികളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമായി തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പോസിറ്റീവ് എനർജിയിലൂടെ മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് മിഖായേൽ മാലാഖയുടെ സാന്നിധ്യമാണ് ഈ ഒരു പ്രണയബന്ധത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല രീതിയിലുള്ള മാലാഖയുടെ ഊർജം നമുക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അനുഗ്രഹീതമായി ഇത് മുന്നോട്ട് പോകുന്ന രീതിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ സോൾ എക്സ്പാൻഷനും നടക്കുന്നുണ്ട്. ആത്മാവിന്റെ ശുദ്ധീകരണം, ആത്മാവിന്റെ വികസനം, ആത്മാവിന്റെ നല്ല രീതിയിലുള്ള ആഗ്രഹങ്ങൾ. ഒരുപക്ഷെ മുജ്ജന്മത്തിലും നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു പോകുന്ന വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിലും ഒന്നിക്കണം എന്നുള്ള കടുത്ത അല്ലെങ്കിൽ അതികഠിനമായിട്ടുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് എത്രമാത്രം പ്രയത്നത്തിലൂടെ കടന്നു പോകാനും ഈ വ്യക്തി തയ്യാറാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ചിന്തകളെല്ലാം തന്നെ ഈ വ്യക്തിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പലപ്പോഴും നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോഴും മൗനം പാലിച്ചിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അറിയുവാനുള്ള വെമ്പൽ കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി. അതുകൊണ്ട് പല വഴികളിലൂടെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഈ വ്യക്തി ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ മറ്റുള്ള സുഹൃത്തുക്കൾ വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം തയ്യാറാക്കി എടുത്തുകൊണ്ട് അതിലൂടെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റണ്ണർ ആൻഡ് ചേസർ എനർജിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയോട് മിണ്ടാതിരിക്കുന്നുണ്ടാകാം. ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ കാരണം നിങ്ങൾ മനഃപൂർവ്വം ഒന്ന് പിന്തിരിഞ്ഞ് നിൽക്കുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള വിഷമമുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അതുകൊണ്ട് ഈ വ്യക്തി വളരെ നന്നായി തന്നെ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഈശ്വരാധീനം വർദ്ധിച്ചത് കൊണ്ട് തന്നെ നന്നായി പ്രാർത്ഥിക്കുന്നതായിട്ടും നല്ല രീതിയിലുള്ള മാനിഫെസ്റ്റേഷനിലൂടെ മുന്നോട്ട് പോകുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ചില സമയത്ത് ഈ വ്യക്തി എടുത്തുചാട്ടം ചെയ്തേക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ വന്നേക്കാം. പക്ഷെ അതെല്ലാം ഈ വ്യക്തിക്ക് സ്നേഹം കൊണ്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങൾക്ക് പ്രയത്നിക്കാനും അതുമായി മുന്നോട്ട് പൊരുത്തപ്പെട്ടു പോകാനും ഈ വ്യക്തി തയ്യാറാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.